സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും സാധാരണ ഉപയോക്താക്കൾക്കും മേൽ ഇപ്പോൾ കേന്ദ്രം നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ്. 2021 IT ചട്ടത്തിലാണ് ഇത് സംബന്ധിച്ച ഭേദഗതി. നിലവിൽ ഡിജിറ്റൽ മാധ്യമങ്ങൾക്ക് ബാധകമായ എല്ലാ നടപടികളും ഇനി ഇൻഫ്ലുവൻസർമാരും സാധാരണ ഉപയോക്താക്കളും നേരിടേണ്ടി വരും. പ്രശ്നമുള്ള ഉള്ളടക്കം IT നിയമപ്രകാരം നീക്കം ചെയ്യാൻ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് ഉത്തരവിടാം. ആവശ്യമെങ്കിൽ മുന്നറിയിപ്പ് നൽകുകയോ ക്ഷമാപണം ആവശ്യപ്പെടുകയോ ചെയ്യാം. ഡിജിറ്റൽ ന്യൂസ് പ്രസാധകർക്ക് ബാധകമായ ചട്ടത്തിന്റെ കീഴിലേക്കാണ് ഇവരെയും കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വാർത്താ ഉള്ളടക്കം പങ്കുവെക്കുന്ന സ്വതന്ത്ര യൂട്യൂബ് ചാനലുകൾക്ക് പുറമെ സമൂഹ മാധ്യമങ്ങളടക്കമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കും ഈ ചട്ടം ബാധകമാകും. ഇത് കർശനമായും പാലിച്ചിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. നിയന്ത്രണം എങ്ങനെയെന്ന് നോക്കാം. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് എന്തെങ്കിലും പരാതി കിട്ടിയാൽ IT നിയമം അനുസരിച്ച് രൂപീകരിച്ച ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റി അത് പരിശോധിച്ച് സർക്കാരിനോട് നടപടിക്ക് ആവശ്യപ്പെടാം. ഉള്ളടക്കം നീക്കം ചെയ്യുകയോ അറിയിപ്പ് നൽകുകയോ തുടങ്ങിയ നടപടികൾക്കും കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാവുന്നതാണ്. ഇത് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ നടപടിയുണ്ടാകും. പരാതികൾക്ക് പുറമെ വാർത്താ വിതരണ മന്ത്രാലയം നേരിട്ട് കൈമാറുന്ന വിഷയങ്ങളും കമ്മിറ്റിക്ക് പരിഗണിക്കാമെന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിശ്ചിത ഉള്ളടക്കം മാത്രമേ നീക്കാനാവൂ. അക്കൗണ്ട് മുഴുവനായി നീക്കാനാവില്ല. മറ്റ് പരാതി പരിഹാര ഫോറങ്ങൾ എടുത്ത നടപടികൾ തൃപ്തികരമല്ലെങ്കിൽ നൽകുന്ന പരാതികളും തീർപ്പാക്കാത്ത കേസുകളും കമ്മിറ്റിക്ക് പരിഗണിക്കാം. അടിയന്തര സാഹചര്യങ്ങളിൽ ഉള്ളടക്കം നീക്കം ചെയ്യാൻ ഉത്തരവിടാനും കമ്മിറ്റിക്ക് പ്രത്യേക അധികാരമുണ്ട്. IT നിയമത്തിലെ 69A വകുപ്പ് ഉപയോഗിച്ചായിരിക്കും ഈ നടപടി. നിലവിൽ ഡിജിറ്റൽ മാധ്യമങ്ങൾക്ക് മാത്രമായിരുന്നു ഈ വ്യവസ്ഥകൾ ബാധകം. ഇതനുസരിച്ച് നീക്കം ചെയ്യുന്ന ഉള്ളടക്കത്തിന്റെ വിവരങ്ങൾ 180 ദിവസത്തേക്ക് കമ്പനികൾ സൂക്ഷിച്ചു വെക്കണമെന്നാണ് ചട്ടം. മറ്റേതെങ്കിലും നിയമം കൂടുതൽ കാലം ആവശ്യപ്പെട്ടാൽ അത് സാധ്യമാക്കുന്ന ഭേദഗതിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.